പുഷ്പവല്ലി, ഇതെന്ത് ആലോചനയാ? കുറെ നേരമായല്ലോ ആലോചന തുടങ്ങിയിട്ട്. ദാസപ്പണ്ണ, ഇപ്പോഴും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഓ, ഈ പുഷ്പവല്ലി നാണം കെടുമല്ലോ എന്ന് ഓർത്തിട്ട് ചത്ത് കളയാൻ തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ പുഷ്പവല്ലി നിനക്ക്? അയ്യടാ, എന്നിട്ട് വേണം നിങ്ങളുടെ ആഫീസില് ആ ഭാസുരാംഗിയുമായി ശൃംഗരിക്കാൻ. ഭാസുരാംഗിയോ? മാഡം ഞങ്ങളുടെ ഓഫീസിലെ സൂപ്രണ്ട്. 1,00,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന അവരെ ഈ ദാസപ്പം കെട്ടിയിരുന്നെങ്കിൽ ഇന്നീ ഞാൻ കുബേരനാകുമായിരുന്നടി, കുബേരൻ. ഒക്കെ തലവിധി. ദേ മനുഷ്യ, ആലോചിച്ച് മനുഷ്യന്റെ തല പെരുത്തിരിക്കുമ്പോഴാ ഓരോരോ ദേഷ്യം പിടിപ്പിക്കണം വർത്താനങ്ങള്. ഇതിനും മാത്രം ആലോചിക്കാൻ എന്തിരിക്കുന്നെന്നാ എന്റെ ഇപ്പോഴത്തെ ആലോചന. അതെ, നിങ്ങളൊരു ഉപായം പറഞ്ഞു തരുമോ ദാസപ്പണ്ണ? ഓ, അവളുടെ ഒരു ശൃംഗാരം. കാര്യം നീ തെളിച്ചു പറ. പിന്നെ ഞങ്ങളുടെ വിമൻസ് ക്ലബിന്റെ നിരാഹാര സത്യാഗ്രഹം ഇന്നലെയല്ലേ അവസാനിച്ചത്? അത് നമ്മുടെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നടത്തിയതല്ലേ? അത് തന്നെ. പിന്നെയും നീ കാര്യത്തിലേക്ക് വരുന്നില്ല. വിമൻസ് ക്ലബ്ബ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയല്ലേ? അതിന് ഇപ്രാവശ്യമെങ്കിലും ഈ പുഷ്പവല്ലിക്ക് ജയിക്കണം. വേണം. വികസനം നടപ്പാക്കണമെങ്കിൽ അധികാരം വേണമല്ലോ. അല്ല പുഷ്പവല്ലി, കഴിഞ്ഞ പ്രാവശ്യം നീ തോറ്റത് എത്ര വോട്ടിനാണ്? 220. ആകെ എത്ര മെമ്പർമാരുണ്ട് നിങ്ങളുടെ ക്ലബില്? 230. അവരെ നീ എങ്ങനെ കയ്യിലെടുക്കുമെന്ന ചിന്തയിലായിരുന്നു നീ, അല്ലേ? എങ്ങനെ മനസ്സിലായി ദാസപ്പണ്ണ? ഒരു ഉപായം പറഞ്ഞതാ പ്ലീസ്. എന്തുപായം? മെമ്പർമാരെ കയ്യിലെടുക്കാനുള്ള ഉപായം. അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക. എന്ത് സഹായത്തിനും പുഷ്പവല്ലി തങ്ങളോടൊപ്പമുണ്ടെന്ന വിശ്വാസം മെമ്പർമാരിൽ ഉണ്ടാക്കുക. ഓ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. വേറെ വല്ല വഴിയും? നോ. കിട്ടിപ്പോയി. നമ്മുടെ ആരോഗ്യരംഗം വരുത്തി വെച്ച ഒരു വലിയ സംഭവം ഉണ്ടല്ലോ. ആൾക്കാരും മറന്നു കളഞ്ഞ കേസേ. നിങ്ങളൊന്നും പത്രം വായിക്കാറില്ലേ? ആരോഗ്യരംഗം നിരന്തരം പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ചില നീർക്കെട്ടും ശരീരവേദനയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അശ്രദ്ധയും കെടുകാര്യസ്ഥതയും സ്വാർത്ഥതയും കൂടി വന്നാലോ? അത് പ്രശ്നം തന്നെയാണ്. അതിനാണ് സിസ്റ്റം എറർ എന്ന് പറയുന്നത്. സിസ്റ്റം എററോ? അതെന്ത് സൂത്രമാ? അങ്ങനെ ഒരു സൂത്രം നമ്മുടെ പുഷ്ടിപ്പെട്ട ആരോഗ്യരംഗത്തുണ്ടെന്ന് മാത്രം നീ അറിഞ്ഞാ മതി. നീ ഏറ്റ കാര്യം സാധിച്ചു അല്ലേ? പിന്നെ സാധിക്കാതെ? പുഷ്പ മേഡത്തിന് ഈ ആൻഡപ്പൻ വാക്ക് തന്നിട്ട് എപ്പോഴെങ്കിലും സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ? താൻ എവിടുന്ന് വരുന്നു? അല്ല, ഇതെന്താ കെട്ടും പാണ്ടവും ഒക്കെ ആയിട്ട്? അതൊക്കെ പറഞ്ഞുതരാം. ഇത് പിരമിഡ് രൂപത്തിലുള്ള ചില്ലുവെട്ടി. ഇത് 2000 അച്ചടിച്ച നോട്ടീസ്. ഇതൊക്കെ എന്തിനാടോ? അത് മാഡം പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. ആണോടി? അതെ. അല്ല, താൻ എവിടുന്ന് വരുന്നു? കുറുക്കമുക്കിൽ നിന്ന്. അവിടെ താലൂക്ക് ആശുപത്രിയുടെ അടുത്ത വീട്. താൻ ഭാഗ്യവാനാ. തുമ്മലോ ചീറ്റലോ വന്ന നേരെ അങ്ങോട്ടേക്ക് ചെന്നാ മതിയല്ലോ. ഞാൻ പോകില്ല. കാരണം ചീട്ടെടുക്ക 1 കിലോമീറ്റർ ക്യൂ നിൽക്കണം. അത്രയും തന്നെ ക്യൂ നിന്നാലേ ഡോക്ടറെ കാണാൻ പറ്റൂ. പിന്നെ മരുന്ന് വാങ്ങിക്കാൻ 2 കിലോമീറ്ററും കൂടെ ക്യൂ നിൽക്കണം. ഇതൊക്കെ ചേരുമ്പോഴേ സർക്കാർ ആശുപത്രി ആവൂ. മേഡം, ആൻഡപ്പനേറ്റ കാര്യം ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ പൊയ്ക്കോട്ടെ? അല്ല, എന്താ ഇതൊക്കെ? ചില്ല് പേടകം. അത് മനസ്സിലായി. മനുഷ്യ, ഇത് കണ്ടോ? ഇതൊരു കത്രികയാണല്ലോ. ഇതെന്തിനാ നിനക്ക്? ഇത് വെറും കത്രിക അല്ല. ഗൾഫിൽ പോയിരിക്കുന്ന ഞങ്ങളുടെ മെമ്പറില്ലേ, തങ്കമണി. മനസ്സിലായില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സർജറിക്കിടയിൽ എങ്ങനെയോ വയറ്റിലകപ്പെട്ടു പോയ കത്രികയാ ഇത്. 5-6 മാസം പാവം തങ്കമണിയുടെ വയറ്റിൽ കിടന്നതാ. അല്ല, ഇത് നിനക്കെന്തിനാ? മനുഷ്യ, ഇത് വെച്ച് ഞാൻ പണം പിരിക്കും. ആ പണം കൊണ്ട് ഞാൻ ക്ലബിലെ മെമ്പർമാരെ വിലക്കെടുക്കും. അങ്ങനെ ഞാൻ അവരുടെ വോട്ട് വാങ്ങി ജയിച്ച് പ്രസിഡന്റ് ആകും. നോക്കിക്കോ. എടി ഭയങ്കരി. ഈ ചില്ല് പേടകത്തിനുള്ളിൽ ഈ കത്രിക വയ്ക്കും ഈ പുഷ്പ. എന്നിട്ട് നാട്ടിലാകെ ഈ നോട്ടീസ് വിതരണം ചെയ്യും. എന്നിട്ട് ഈ നോട്ടീസ് വായിക്കുന്നവർ ആകാംക്ഷ പൂണ്ട് ഈ കത്രിക ഒന്ന് കാണുന്നതിന് വേണ്ടി ഇരച്ചു കയറും. അങ്ങനെ കിട്ടുന്ന പ്രവേശന ഫീസ് കൊണ്ട് എന്ത് ദുഷ്ടതരമാണടി ഇത്? ഇതല്ലാതെ ഈ ദുർഘട സന്ധി തരണം ചെയ്യാൻ കഴിയില്ല ദാസപ്പണ്ണ. അല്ല, ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്ത് വഴി? ഈ നിമിഷം നീ വിമൻസ് ക്ലബിൽ നിന്ന് രാജിവെക്കണം. അങ്ങനെ ചെയ്താൽ ആ നിമിഷം നിനക്ക് ദുർഘട സന്ധിയിൽ നിന്ന് കരകയറാം. രാജിയോ? അയ്യോ, എന്റെ തല ചുറ്റുന്നേ. പുഷ്പവല്ലി, അയ്യോ, തളർന്നു വീണല്ലോ ഈശ്വര. പുഷ്പവല്ലിയുടെയും സിസ്റ്റം എററായല്ലോ. പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രജു കോലിക്കോട്. രചന സലീം കുമാർ പട്ടണക്കാട്.